ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന സംഭവത്തിൽ അമ്മ ശ്രീതു അറസ്റ്റിലായിരിക്കുകയാണ്. നേരത്തെ അമ്മാവനായ ഹരികുമാർ അറസ്റ്റിലായിരുന്നു. ഉറങ്ങിക്കിടന്ന ഇളയ കുഞ്ഞിനെ കാണാനില്ലെന്ന് അമ്മ ശ്രീതുവായിരുന്നു അന്ന് അയൽക്കാരെ അറിയിച്ചത്. നാട്ടുകാരും പോലീസും ചേർന്ന് ഏറെ നേരം നടത്തിയ തിരച്ചിലിനൊടുവിലായിരുന്നു വീട്ടുമുറ്റത്തെ കിണറ്റിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ബന്ധുക്കളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ കുഞ്ഞിന്റെ അമ്മാവനും ശ്രീതുവിന്റെ സഹോദരനുമായ ഹരികുമാർ കുറ്റം സമ്മതിക്കുകയായിരുന്നു. വെളുപ്പിന് 5 മണിയോടെ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലെറിയുകയായിരുന്നുവെന്ന് ഹരികുമാർ പോലീസിനോട് സമ്മതിച്ചിരുന്നു. കുഞ്ഞിനെ തിരയാനും ഹരികുമാർ പോലീസുകാർക്കും നാട്ടുകാർക്കുമൊപ്പം ചേർന്നിരുന്നു. കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശ്രീതുവിന് വിവരങ്ങൾ അറിയാമെന്ന് നാട്ടുകാരും പറഞ്ഞിരുന്നു. തനിക്കൊപ്പം കുഞ്ഞ് ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് ശ്രീതു അയൽവാസികളോട് പറഞ്ഞത്. പിന്നാലെ കുഞ്ഞിനായി തിരച്ചിൽ നടക്കുമ്പോഴും ശ്രീതു നിസ്സംഗയായി ഇരിക്കുകയായിരുന്നുവെന്ന് സ്ഥലവാസികൾ പറഞ്ഞു. അത് സംശയമുണ്ടാക്കുകയും ചെയ്തു. സംഭവ സമയം അമ്മ ശ്രീതു, അച്ഛൻ ശ്രീജിത്ത്, മൂത്ത കുട്ടി അമ്മാവൻ ഹരികുമാർ, അമ്മൂമ്മ ശ്രീകല എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത്. മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തപ്പോഴും ശ്രീതുവും സഹോദരൻ ഹരികുമാറും വലിയ ദുഃഖം പ്രകടിപ്പിച്ചില്ല. ഇതോടെ സംശയം തോന്നിയ പോലീസ് വീട്ടുകാരെയെല്ലാം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. വീട്ടിനുള്ളിൽ വസ്ത്രങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയതും ദുരൂഹത വർദ്ധിപ്പിച്ചു. ചോദ്യം ചെയ്യലിൽ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ടില്ല. അതിനിടയിലാണ് ഹരികുമാർ കുറ്റസമ്മതം നടത്തിയത്. കൊലപാതകം സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ ഏറെയുണ്ടെങ്കിലും എന്തിനാണ് ദാരുണകൃത്യം നടത്തിയതെന്ന് സംബന്ധിച്ച് ആദ്യമേ പോലീസിന് വ്യക്തത വന്നിരുന്നില്ല. തെളിവുകളുടെ അഭാവമായിരുന്നു പോലീസിനെ കുഴച്ചത്. കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിന് കുട്ടികളെ ഇഷ്ടമല്ലായിരുന്നുവെന്നും മുമ്പും ഇയാൾ കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നായിരുന്നു ആദ്യം ലഭിച്ച വിവരം. അതേസമയം കൊല്ലപ്പെട്ട കുട്ടിയെയും മൂത്ത കുട്ടിയെയും ഇയാൾ ഉപദ്രവിച്ചിരുന്നതായി അമ്മയായ ശ്രീതു തന്നെയായിരുന്നു പറഞ്ഞത്. കുട്ടിയെ ഹരികുമാർ എടുത്തെറിഞ്ഞിരുന്നതായും ശ്രീതു മൊഴി നൽകിയിരുന്നു. കുടുംബത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് കുട്ടി ജനിച്ചതിന് ശേഷമാണെന്ന് ഹരികുമാർ വിശ്വസിച്ചിരുന്നു. ഇതൊക്കെയാണ് ശ്രീതു പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ ഇതിൽ ശ്രീതുവിന് വ്യക്തമായ പങ്കുണ്ട് എന്ന് തന്നെയായിരുന്നു പോലീസ് സംശയിച്ചത്. അങ്ങനെ ചോദ്യം ചെയ്തിരുന്നു. അതേസമയം ഹരികുമാറും ശ്രീതുവും തമ്മിലെ ചാറ്റുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ ചാറ്റുകളിലും ദുരൂഹത വർദ്ധിപ്പിച്ചിരുന്നു. എന്തായാലും ഹരികുമാർ കുട്ടിയെ കൊല്ലുന്നതിന് അമ്മ ശ്രീതുവും കൂട്ടുനിന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ ചൊല്ലിയാണ് ഭർത്താവിന്റെ അമ്മ പരാതി നൽകിയതും ഇപ്പോൾ യുവതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും. ബാലരാമപുരത്ത് ശ്രീതുവിനെ ചുറ്റിപ്പറ്റി ദുരൂഹതകൾ മാത്രമായിരുന്നു. രണ്ടാമത്തെ കുട്ടിയുടെ ഗർഭധാരണ സമയത്ത് തന്നെ ഭർത്താവിനെ ഒഴിവാക്കാൻ ശ്രീതു തന്ത്രപരമായ നീക്കം നടത്തിയിരുന്നു. ഇതിന് രഹസ്യ സ്വഭാവമുള്ള വിശദീകരണം പോലും ശ്രീതു നടത്തിയെന്നാണ് സൂചന. താലികെട്ടിയ ഭർത്താവിനെ ഒഴിവാക്കാൻ വജ്രായുധമായിരുന്നു ശ്രീതു പുറത്തെടുത്തത്. എന്നിട്ടും കുട്ടികളെ ഓർത്ത് ശ്രീജിത്ത് തുടർന്നു. ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്നും പ്രശ്നങ്ങൾ കാരണമാണ് ശ്രീതു ബാലരാമപുരത്തേക്ക് എത്തിയത്. അതിനുശേഷം തീർത്തും ദുരൂഹമായിരുന്നു ജീവിതം. ശ്രീതുവിന്റെ അച്ഛൻ ഉദയന്റെ മരണത്തിലും നാട്ടുകാർ ദുരൂഹത കണ്ടിരുന്നു. മകളുടെ നിലപാടുകളെ ഉദയൻ എതിർത്തിരുന്നു. അതിന്റെ വിലയാണോ ഉദയന്റെ മരണമെന്ന സംശയം സജീവമാണ്. തന്ത്രപരമായി കളിക്കുന്ന ശ്രീതുവിന് പിന്നിൽ വമ്പൻ തോക്കുകളുണ്ടെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. ചെറിയ മാനസിക പ്രശ്നമുള്ള ഹരികുമാറിനെ കൊലപാതകയാക്കി കേസിൽ നിന്നും തടിയൂരാനുള്ള ശ്രീതുവിന്റെ നീക്കവും ചർച്ചയായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണം ശ്രീതുവിലേക്ക് കടന്നിരുന്നില്ല. പിന്നീട് ഹരികുമാറും ഇത്തരത്തിൽ സമ്മതിക്കുകയായിരുന്നു.